ഇന്ത്യയിലെ 10ഓളം വരുന്ന മേജർ ആയിട്ടുള്ള പ്രൈവറ്റ് ബാങ്കുകൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 235% മേലേക്ക് പോയിരിക്കുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ് പോയിരിക്കുന്നത്? സ്റ്റോക്ക് പ്രൈസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതിന് നെറ്റ് പ്രോഫിറ്റ്. അപ്പം 10ഓളം മേജർ ആയിട്ടുള്ള പ്രൈവറ്റ് ബാങ്കുകളുടെ നെറ്റ് പ്രോഫിറ്റ് 235% മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏത് സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും ഈ 10 സ്റ്റോക്കുകൾ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് എന്താ പറയുക, അതിൽ നല്ലൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബാങ്ക് ചിലപ്പോൾ നാളെ ഒരു 10-20% താഴേക്ക് പോയാൽ എന്ത് ചെയ്യും? നമ്മുടെ പൈസ അതിനകത്ത് തന്നെ ലോക്കാവും അല്ലേ? ആ ഒരൊറ്റ ഒരു ബാങ്കിൽ തന്നെ ലോക്കായി പോകും. അപ്പം അല്ലെങ്കിൽ ആ ബാങ്കിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ ലോക്കാവും അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഈ 10ഓളം വരുന്ന പ്രൈവറ്റ് ബാങ്കുകളെ എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് എത്ര പൈസയാണ് നമ്മളുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്, ആ പൈസ വെച്ചിട്ട് ഇത്രയും ബാങ്കുകളെ ഒരുമിച്ച് വാങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ അല്ലേ? അങ്ങനെ ഉള്ളൊരു ഓപ്ഷനാണ് നമ്മുടെ SBI നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് ETF എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ദിസ് ഇസ് അഭിലാഷ് വൃന്ദാവൻ. വെൽക്കം ടു ദ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ ഈ ചാനലിൽ നമ്മൾ ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻസിൻ്റെ യാതൊരു കാര്യം സംസാരിക്കാറില്ല. ദിസ് ചാനൽ ഈസ് ടോട്ടലി ബിലോങ്സ് ടു ഇക്വിറ്റി ട്രേഡിംഗ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയുമാണ് 6 മണിക്കാണ് നമ്മുടെ വീഡിയോ വരാറുണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് ഇല്ലായിരുന്നു, ബിക്കോസ് ഞാൻ വെക്കേഷനിലായിരുന്നു. കുറേ പേർക്ക് അറിയാം, കുറേ പേർക്ക് അറിയത്തില്ല, ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പം അതുകൊണ്ടാണ് വീഡിയോസൊന്നും വരാതിരുന്നത്. അതിനിടയ്ക്ക് ഒരു വീഡിയോ ഞാൻ ഇട്ടും ചെയ്തിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ യാത്രകൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ക്ഷീണമൊക്കെ ഇതുവരെ മാറിയിട്ടൊന്നുമില്ല. അപ്പം അതൊക്കെ ഒന്ന് സെറ്റിലായി ആ യാത്ര ചെയ്തതിൻ്റെ കാണാനുണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഒക്കെ ആ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇന്ന് 6 മണി മുതൽ ഇനിയിപ്പോൾ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മുടെ വീഡിയോസ് എല്ലാ ആഴ്ചയിലും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ തീർച്ചയായിട്ടും ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ കിട്ടും നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റോക്കിനെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ETF എന്താണെന്നുള്ള കാര്യം ഒരു ബ്രോഡർ ഐഡിയ നമുക്ക് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ ETF ഏതാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്? ദാറ്റ് ഈസ് കോൾഡ് SBI പ്രൈവറ്റ് ബാങ്ക് ETF. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ട് ചൂസ് ചെയ്തു? റൈറ്റ്, ബേസിക്കലി അപ്പോൾ നേരത്തെ ഞാൻ സംസാരിച്ച പോലെ തന്നെ ഈ സംഭവങ്ങളൊക്കെ ഡിറൈവ് ആവുന്നത് ഒരു ബേസ് ലൈൻ ഇതിൻ്റെ ഒരു അസറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു അണ്ടർലൈങ് അസറ്റ് ഏതാണ്? ശരിക്കും പറഞ്ഞാൽ നിഫ്റ്റിയാണ്. അണ്ടർലൈങ് അസറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇത് ഏതിനെയാണ് ആസ് എ ബെഞ്ച് മാർക്ക് കണക്കാക്കുന്നത്? അത് നമ്മുടെ നിഫ്റ്റി തന്നെയാണ്. നിഫ്റ്റി എന്ന് വെച്ചാൽ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ്, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സിൻ്റെ എങ്ങനെയാണോ അതിൻ്റെ ഒരു ചാർട്ട് പോകുന്നത്, എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്, അതേപോലെ തന്നെയാണ് നമ്മുടെ ETF-ൻ്റെ പ്രൈസ് മൂവ് ആവുക. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ETF-ൻ്റെ നമുക്കിത് ലൈവ് മാർക്കറ്റിൽ ആസ് എ സ്റ്റോക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് തന്നെയാണ്. ലൈവ് മാർക്കറ്റിൽ ഇതിൻ്റെ NAV അതൊരു റിയൽ ടൈം NAV ആയിരിക്കും. ആ NAV ത്തിന് നമുക്ക് ഇതിനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഇന്നത്തെ SBI നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് ETF-ൻ്റെ അണ്ടറിലുള്ള എത്ര സ്റ്റോക്കുകൾ ഇതിനകത്തുണ്ട്? ഇപ്പം ഇതിനകത്ത് 10 മേജർ ആയിട്ടുള്ള പ്രൈവറ്റ് ബാങ്കുകളാണ് ഇതിനകത്തുള്ളത്. അപ്പം ഈ പ്രൈവറ്റ് ബാങ്കുകളിലെല്ലാം ഇപ്പോൾ ലെറ്റ്സ് ഇതിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻഡൽസിൻ ബാങ്കോ അല്ലെങ്കിൽ പിന്നെ ലെറ്റ്സ് കോട്ടക് ബാങ്കിൻ്റെ ഷെയർസ് നമ്മളിന്ന് വാങ്ങി. ഓക്കെ, വാങ്ങിയ ഉടനെ ഒരു 10% താഴേക്ക് പോയി. അപ്പം നമ്മുടെ പൈസ ഒരൊറ്റൊരു ബാങ്കിങ് സ്റ്റോക്കിൽ തന്നെ ലോക്കായി. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്ന അത്രയും പൈസ കൊടുത്തിട്ട് നമുക്കൊരു 10ഓളം ബാങ്കിന് ഒരുമിച്ച് കിട്ടുന്നു. റൈറ്റ്, ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ 10 ബാങ്കുകളിൽ 2 ബാങ്കുകൾ അണ്ടർ പെർഫോം ആണെങ്കിൽ ബാക്കിയുള്ള 8 അതിനെ കോമ്പൻസേറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു കിടപ്പ്. അപ്പം നമുക്ക് എപ്പോഴും നമ്മുടെ ബാങ്കിങ് സെക്ടറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അത് 10 ബാങ്കിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിനൊരു ബ്രോഡർ ആയിട്ടുള്ളൊരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഏതൊക്കെ ബാങ്കുകളുണ്ട്? ഇൻഡൽസിൻ ബാങ്ക് ഉണ്ട്, HDFC ബാങ്ക് ഉണ്ട്, ആക്സിസ് ബാങ്ക്, കോട്ടക് ബാങ്ക്, RBL ബാങ്ക്, സിറ്റി യൂണിയൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക് ആൻഡ് ICICI ബാങ്ക് ലിമിറ്റഡ്. ഇത്രയും ബാങ്കുകളിലാണ് ഇവരുടെ എന്താ പറയുക നമ്മൾ നിക്ഷേപിക്കുന്ന പൈസ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഇത് എങ്ങനെയാണ് വർക്ക് ആകുന്നത്? അപ്പോൾ ETF-ൻ്റെ എന്ന് വെച്ചാൽ ഇതിലൊരു പാസീവ് മാനേജ്മെൻറ്റാണ് നടക്കുക. അപ്പം എന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് എന്താ പറയുക നമ്മുടെ ഓരോ സ്റ്റോക്കിനെയും എടുത്ത് മാനേജ് ചെയ്യേണ്ട കാര്യമില്ല. അതിനൊരു മാനേജർ ഉണ്ട് അവിടെ, ഓൾറെഡി ഫണ്ട് മാനേജർ ഉണ്ടാവും. അയാൾ പിന്നെ നോക്കും എന്ന് വെച്ചാൽ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ് വെയിറ്റേജ് വരുന്നത്. ആ വെയിറ്റേജിനനുസരിച്ച് ഇവരിവിടെ എന്താ പറയുക ഓരോ പിന്നെ ETF-ൽ അണ്ടറിൽ വരുന്ന ബാങ്കുകളുടെയും ഷെയർസിൻ്റെ പെർസെൻറ്റേജ് കുറച്ചും കൂട്ടിയൊക്കെ ഇരിക്കും. അത് ഇവരോട് ചെയ്തോളും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതൊരു വലിയൊരു ബെനിഫിറ്റാണ്. ദെൻ കോട്ടക് ബാങ്ക്, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ സംസാരിക്കേണ്ടത് എങ്ങനെ ഇതിൻ്റെ വെയിറ്റേജ് നോക്കുന്നത്. അപ്പോൾ കോട്ടക് ബാങ്കിൻ്റെ 20% ആണ് നമ്മുടെ നിഫ്റ്റി ഇൻഡെക്സിലുള്ളതെങ്കിൽ, നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സിൽ കോട്ടക് ബാങ്കിന് 20% വെയിറ്റേജ് ആണുള്ളതെങ്കിൽ ഓരോ സ്റ്റോക്കിനും ഓരോ വെയിറ്റേജ് ഉണ്ടാവും അല്ലേ? ടോട്ടലായിട്ട് നോക്കുമ്പോൾ 100% വരണം. അതേ 20% ഇവിടെ നമ്മുടെ SBI ETF-ഉം അവരുടെ 20% ഓവറോൾ അവരുടെ എത്രയാണോ സൈസ് ഉള്ളത് അതിന് 20% അവരും കോട്ടക്കിനെ ഹോൾഡ് ചെയ്യും.
ഓക്കെ. അപ്പോൾ എങ്ങനെയൊക്കെയാണോ നമ്മുടെ നിഫ്റ്റി ഇൻഡെക്സിലുള്ള മാറ്റങ്ങൾ വരുന്നത് അതേ രീതിയിൽ ഇവരിവിടെ മാറ്റിക്കൊണ്ടിരിക്കും. ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം പബ്ലിക്കലി അവൈലബിൾ ആണ്. നമുക്ക് യാതൊരു പ്രശ്നവും വരില്ല. എന്ന് വെച്ചാൽ നമുക്കത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാം എവിടെയാണ് നമ്മുടെ പൈസ പോകുന്നുള്ള കാര്യം. ലിക്വിഡിറ്റി ഉണ്ടോ? നല്ല ലിക്വിഡിറ്റി ഉണ്ട്. കാരണം എല്ലാം ടോപ്പ് ബാങ്കുകളാണ് ഇതിനകത്ത് ഇവർ സെലക്ട് ചെയ്തേക്കുന്നത്. ഇവരുടെ ഈ ETF സെലക്ട് ചെയ്തിരിക്കുന്നത് എല്ലാം ടോപ്പ് ബാങ്ക്സാണ്, നല്ല ബാങ്കുകളാണ്. ഓക്കെ. അപ്പോൾ അതൊരു നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ് അതിൻ്റെ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെയാണെങ്കിൽ കൂടി നമുക്ക് എന്താണ്, നമുക്ക് സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ സ്ക്രീനിൽ ഞാൻ പോയി കാണിച്ചു തരാം. അപ്പോൾ അവിടെ പോകുമ്പോൾ എന്താണ്, അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നു SBI ETF പ്രൈവറ്റ് ബാങ്ക്. അപ്പോൾ പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഇവിടെ ഒരു ഡാറ്റയും ഉണ്ടാവില്ല അല്ലേ, സ്ക്രീനിൽ ഒറ്റ ഡാറ്റയും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. കാരണം എന്താണ്, ഇതിങ്ങനെ ആയതുകൊണ്ടാണ്. ഇതിന് നമ്മുടെ പൈസ പോകുന്നത് ഒരു ETF ആണ് അല്ലേ, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണത്. അപ്പോൾ നമ്മുടെ പൈസ പോകുന്ന ഈ 10ഓളം കമ്പനികളിലേക്കാണ്. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നമ്മൾ ഇതിന് റിസർച്ച് കുറച്ച് മാറ്റമുണ്ട്. നമ്മൾ ഓരോ ബാങ്കിനെയും എന്ന് വെച്ചാൽ ഇതിലുള്ള 10 സ്റ്റോക്കുകളിൽ 10 എണ്ണത്തിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം. ഓക്കെ. എന്നാൽ മാത്രമാണ് നമുക്കൊരു കൺക്ലൂഷൻ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ 10 ബാങ്കിനെയും അനലൈസ് ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ എനിക്കിത് അടുത്ത ഒരു മണിക്കൂറിൽ കൊണ്ടും ഈ വീഡിയോ തീരില്ല. അതിന് പകരം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ അതിനെ ഒരു ചാർട്ടിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാത്തിനെയും ഡാറ്റ. അപ്പോൾ എന്തൊക്കെയാണോ ഞാൻ ബാക്കി കുറേ കാര്യങ്ങളെല്ലാം നോക്കി ഞാൻ, പക്ഷേ എല്ലാം ഒന്നും ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. അതെൻ്റെ ഇൻഡിവിജ്വൽ സ്റ്റഡിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് നിങ്ങൾക്കൊരു എന്താ പറയുക ഓവറോൾ സ്റ്റഡിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ HDFC ബാങ്കിൻ്റെ വെയിറ്റേജ് എത്രയുണ്ട്, ഇപ്പോൾ വെയിറ്റേജ് ആൻഡ് PE റേഷ്യോ ഒരു അനലൈസിങ് ഞാനിവിടെ ചെയ്തു. അപ്പോൾ ഇത് ഒരുമിച്ചല്ല, വെയിറ്റേജ് വേറെയാണ്, PE റേഷ്യോ വേറെയാണ്. അപ്പോൾ HDFC ബാങ്കിൻ്റെ വെയിറ്റേജ് എത്രയുണ്ട് നമ്മുടെ ഇതിൽ 23.15% ഇവർക്കുണ്ട്. ICICI ബാങ്ക് 28% ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ഈ ETF-ൽ. ഓക്കെ. അതേപോലെ തന്നെ കോട്ടക് ബാങ്കിൻ്റെ 10.29% ഇവിടെ ഉണ്ട്. ഇൻഡസ്ഇൻ ബാങ്കിൻ്റെ 10.95% ഉണ്ട്. ആക്സിസ് ബാങ്കിൻ്റെ 11.26%, ബന്ധൻ ബാങ്ക് 2.29%, ദെൻ IDFC ബാങ്ക് 4.76%, ഫെഡറൽ ബാങ്ക് 5.19%, RBL ബാങ്ക് 2.44%, ദെൻ സിറ്റി യൂണിയൻ ബാങ്ക് 1.5%. ഈ നമ്പേഴ്സൊക്കെ ശരിക്കും നിങ്ങൾ നോക്കി കണ്ട് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എല്ലാം ഓരോന്നായിട്ട് പോയി നോക്കേണ്ടി വരും. എനിവേ യു ക്യാൻ ഓൾസോ സ്റ്റഡി ദാറ്റ്, ഇറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ ആവറേജ് നോക്കിക്കുമ്പോൾ എത്ര 100% അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അതിൽ തന്നെ കറണ്ട് PE നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ 16 ആണ്. അതേപോലെ തന്നെ 17.9% ആണ് ICICI ബാങ്കിൻ്റെ. അപ്പോൾ HDFCൻ്റെ 16 കറണ്ട് PE ആണ്. ഇതിൻ്റെ മീഡിയൻ PE എന്ന് പറഞ്ഞാൽ എത്രയാണ് 25% ആണ്. എന്താണ് മീഡിയൻ PE എന്ന് പറയുന്നത്? ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ ഒരു കമ്പനിയുടെ മിഡ് പോയിൻറ്റ്, PEൻ്റെ ഒരു മിഡ് പോയിൻറ്റ് ഉണ്ടാവില്ല, അതിനെയാണ് മീഡിയൻ PE എന്ന് പറയുക. അതിനാണ് ഒരു ബെഞ്ച് മാർക്കായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ കണക്കാക്കുക. അപ്പം മീഡിയൻ PE എന്ന് പറയുന്നത് ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈമിൽ ഒരു 10 വർഷത്തിൻ്റെ PE ആണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പം അതിൽ 25 ആണ് അതിൻ്റെ മീഡിയൻ PE. അപ്പോൾ ആ ഒരു പോയിന്റ് വരെ ഈ സ്റ്റോക്ക് പോയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതിന് താഴെയാണ് നമ്മുടെ PE റേഷ്യോ ഇപ്പോൾ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മീഡിയൻ PE 25% ആണ് ഇവിടെ 16 ആണുള്ളത് HDFC ബാങ്കിന് കറണ്ട് ആയിട്ടുള്ളത്. അപ്പം നല്ലൊരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. വാല്യുവേഷൻ ഇങ്ങനെ നമുക്ക് നോക്കാം. സോ ICICI ബാങ്കിന് 17.9 ആണ്, ഇവിടെ 19 ആണ് മീഡിയൻ PE. ദെൻ കോട്ടക് ബാങ്കിന് 19.6 ആണ്, ഇവിടെ 35 ആണ്. അപ്പോൾ അവിടെ വരെ പോയിട്ടില്ല, വളരെ വളരെ താഴെയാണ്. ദെൻ 23ൻ്റെ മീഡിയൻ PEയിലാണ് നമ്മുടെ ഇൻഡസ്ഇൻ ബാങ്ക് ഉള്ളത്. 13.7 ആണ് കറണ്ട് PE ഉള്ളത്. ഓക്കെ. ആക്സിസ് ബാങ്ക് 13.1, ഇവിടെ 20 മീഡിയൻ PE. ദെൻ ബന്ധൻ ബാങ്ക് 10.8, ഇവിടെ 22, 19.3, 19.5 IDFC ഫസ്റ്റ് ബാങ്ക്. ഇവിടെ ഫെഡറൽ ബാങ്ക് 9.7, 11.2, RBL ബാങ്ക് 23.4, 23.4, സിറ്റി യൂണിയൻ ബാങ്ക് 10.5, 17. ഓക്കെ. അപ്പോൾ നമുക്കിനി നോക്കേണ്ട എന്താണ്, നെറ്റ് പ്രോഫിറ്റ് ആൻഡ് 5 ഇയർ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് നോക്കാം, ഒരു ഗ്രോത്ത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പം ഇവിടെ കമ്പനിയുടെ പേരുണ്ട് HDFC ബാങ്ക് അഗെയിൻ. അതിൽ തന്നെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2019 ഒരു 5 വർഷം നമ്മൾ നോക്കാം, 19 മുതൽ 23 വരെയുള്ള, അല്ലെങ്കിൽ 24 വരെ നോക്കാമെന്നാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം 2019 22,446 ആയിരുന്നു HDFC ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ 60,000 കോടി രൂപയുണ്ട്. ദാറ്റ് മീൻസ് 167% നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് ആയിട്ടുണ്ട്. ഓക്കെ. ICICI ബാങ്ക് അതേപോലെ തന്നെ 675% ഗ്രോത്ത് ആയിട്ടുണ്ട്. 2019 5,689 ആയിരുന്നു, ഇപ്പോൾ 44,000 കോടി രൂപയാണ്. അപ്പോൾ ഓരോന്നും ഞാൻ വായിക്കുന്നില്ല. നോക്കിക്കഴിഞ്ഞാൽ കോട്ടക് ബാങ്ക് ഇവിടെ 142% പോയിട്ടുണ്ട്, എന്ന് വെച്ചാൽ നെറ്റ് പ്രോഫിറ്റ് ജമ്പ് ഉണ്ടായിട്ടുണ്ട് 5 വർഷം കൊണ്ട്. ഇൻഡസ്ഇൻ ബാങ്ക് 160%, ആക്സിസ് ബാങ്ക് 168%, ബന്ധൻ ബാങ്ക് 52%, IDFC ഫസ്റ്റ് ബാങ്ക് 300%. അതിൽ കൂടുതലാണ് ആക്ച്വലി അവർ മൈനസ്. ഇവിടെ കണ്ടോ, IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 2019 1908 ആയിരുന്നു മൈനസ്. ഓക്കെ. അപ്പോൾ 2,000 കോടി മൈനസിലായിരുന്നു. അവിടെ നിന്ന് അവർ 3,000 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി.
മനസ്സിലാവുന്നുണ്ട് 5 വർഷം കൊണ്ട്. ദാറ്റ് മീൻസ് ഈ 300 ഇവിടെ മൈനസ് ഉണ്ടായിരുന്ന 200, അപ്പോൾ 500% ഒരു മാറ്റം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് IDFC ഫസ്റ്റ് ബാങ്കിൽ. സോ ദാറ്റ്സ് എ വെരി 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 ചാമിങ് നമ്പർ. ഫെഡറൽ ബാങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ 1300 കോടി രൂപയാണ്, ഇവിടെ 198% അത് കൂടിയിട്ടുണ്ട്. 3931 ആണ് ഇപ്പോഴത്തെ അവർ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ട്രെയിലിംഗ് 12 മന്ത് ഫിഗർ ആണ് കേട്ടോ. ദെൻ RBL ബാങ്കിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1086 ഇപ്പോൾ ഉള്ളത്. അത് വലിയൊരു ഗ്രോത്ത് ഉണ്ടായിട്ടില്ല, 25% ഗ്രോത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സിറ്റി യൂണിയൻ ബാങ്കിൻ്റെ 65% ഗ്രോത്ത് 5 വർഷം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഓവറോൾ ഈ 10 സ്റ്റോക്കുകളും 235-236% ഓവറോൾ ഗ്രോത്ത് ഈ 5 ഇയറിൽ കാണിച്ചിട്ടുണ്ട്. അതൊരു കാര്യം. രണ്ടാമത് എന്താണ് ഇവിടെ കാണിക്കാനുള്ളത്? പബ്ലിക്കിൻ്റെയും പ്രൊമോട്ടറിൻ്റെയും ഹോൾഡിംഗ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതവിടെ മൂന്നാമത്തെ കോളമാണ്. 83% പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട് HDFC ബാങ്കിൽ. പബ്ലിക് ഹോൾഡിംഗ് 16.98% മാത്രമേ ഉള്ളൂ. ICICI ബാങ്കിൻ്റെ 10.9% ഉണ്ട് പബ്ലിക് ഹോൾഡിംഗ്. അതേപോലെ തന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 89.99% മാത്രമേ ഉള്ളൂ. അത്രയും ഉണ്ട്, സോറി. കോട്ടക് ബാങ്കിൻ്റെ 88.33%, പബ്ലിക് ഹോൾഡിംഗ് 11.67%. ആക്സിസ് ബാങ്കിന് 91% പ്രൊമോട്ടറിൻ്റെ കയ്യിലാണ്, വെറും 8% മാത്രമാണ് പബ്ലിക്കിൻ്റെ കയ്യിലുള്ളത്. ബന്ധൻ ബാങ്കിൻ്റെ 90% പ്രൊമോട്ടറിൻ്റെ കയ്യിലാണ്, 10.42% പബ്ലിക്കിൻ്റെ കയ്യിലാണ്. IDFC ഫസ്റ്റ് ബാങ്ക് അഗെയിൻ 72% അറ്റ് ഹെൽത്തി നമ്പർ, ഒരു 27% പബ്ലിക്കിൻ്റെ കയ്യിലുണ്ട്. ഫെഡറൽ ബാങ്കിൻ്റെ 80% പ്രൊമോട്ടറിൻ്റെ കയ്യിലാണ്, 19% പബ്ലിക്കിൻ്റെ കയ്യിലാണ്. RBL ബാങ്ക് 39, സിറ്റി യൂണിയൻ ബാങ്ക് 34-35. സോ പ്രൊമോട്ടറിൻ്റെയും എല്ലാത്തിൻ്റെയും ഹോൾഡിങ്ങും ഈ 10 കമ്പനികളിലും സൂപ്പറാണ്. പിന്നെ കറൻറ്റ് പ്രൈസ് ടു ബുക്ക് വാല്യൂ, അതേപോലത്തെ മീഡിയം പ്രൈസ് ടു ബുക്ക് വാല്യൂ. അപ്പം പ്രൈസ് ടു ബുക്ക് വാല്യൂ ഇപ്പോൾ 4.3 ആണ്. HDFC ബാങ്കിൻ്റെ നിഫ്റ്റീൻ്റെ ഒരു ആവറേജ് വരുന്നത് 2.7 ആണ്. ICICI ബാങ്ക് അഗൈൻ 3.5, 2.3, കോട്ടക് 3, 4.6. ഓക്കെ, നല്ലൊരു വാല്യൂലാണ്. 2.1, 3.5. ഇൻഡസ്ഇൻഡ് ബാങ്ക്, ആക്സിസ് ബാങ്ക് 2.6, 2.3, 1.63. ബന്ധൻ ബാങ്ക്, ദെൻ IDFC ഫസ്റ്റ് ബാങ്ക് 2.1, 1.3, then Federal Bank 1.4, 1.4, RBL Bank 1.2, 1.2, City Union Bank 1.3, 2.4. So again കറണ്ട് നമ്മുടെ എന്താ പറയുക മീഡിയനും കറൻറ്റും ആയിട്ടുള്ള ഒരു ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ ഇൻ എ ഹെൽത്തി മാനർ റൈറ്റ് നൗ. അപ്പം നമ്മൾ ഇത്ര നേരം നോക്കി എന്താണ് അതിൻ്റെ വാല്യുവേഷൻ നമ്മൾ നോക്കി, അതിൻ്റെ ബിസിനസ് നമുക്ക് മനസ്സിലായി അല്ലേ. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ബിസിനസ്സാണ്. 10 ബാങ്കിനെ കൂട്ടിച്ചേർത്തൊരു ETF ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പം ബിസിനസ് നമ്മൾ അത്രയേ ഉള്ളൂ. ദെൻ ഫണ്ടമെൻ്റൽസിൻ്റെ നമ്പേഴ്സ് ഞാനൊരു കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി ഇതിനെ ബാക്കപ്പ് ചെയ്യാൻ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ നമ്മൾ റെപ്പോ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ റെപ്പോ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്, ഒരു കുഴപ്പമില്ല. 5.5%-ലാണ് ഇപ്പോൾ ന്യൂസുകൾ വന്നിരിക്കുന്നത്. അപ്പം ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ബാങ്കിങ്ങിന് നല്ല സപ്പോർട്ട് ഇവിടുന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ദെൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത സ്ലൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ RBI മോണിറ്ററി പോളിസിയിൽ തന്നെ ഡിസിഷൻ ടു മെയിൻറ്റെയിൻ പോളിസി റേറ്റ് റിഫ്ലെക്ട്സ് കോഷൻ. But here is what expert says. RBI keeps repo rate steady at 6.5% with a 4.2 majority decision. MPC also maintain SDF and MSF rate. Experts cautiously optimistic suggest balanced approach. That means what? ഇപ്പോൾ നമ്മുടെ ഇൻഫ്ലേഷൻ പീക്കിൽ നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയാൻ പോകുന്ന ആ ഒരു സമയം വന്നു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ അതും ബാങ്കിങ്ങിന് എന്താ പറയുക ഒരു മുതൽക്കൂട്ടാണ് അല്ലേ. പലിശ കുറയുമ്പോൾ എന്താവും? നമ്മുടെ കൂടുതൽ ലോൺ ആൾക്കാർ വാങ്ങിക്കും അല്ലേ. അപ്പോൾ ആ രീതിയിലും ബാങ്കിങ്ങിന് കൂടുതൽ സപ്പോർട്ട് ഇവിടുന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ദെൻ അഗൈൻ നിങ്ങൾ നോക്കുമ്പോൾ മെയ് 17, 2024 ഡാറ്റ നോക്കുമ്പോൾ ഇന്ത്യാസ് ബാങ്ക് ലോൺ ഗ്രോത്ത് 19.5%-ലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ത്യയുടെ ബാങ്ക് ലോൺ ഗ്രോത്താണ് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് നല്ലൊരു രീതിയിലേക്ക് ഇനി ഇവിടുന്ന് ഒരു മുകളിലേക്ക് പോകാൻ ചാൻസ് എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ കമേഴ്ഷ്യൽ ബാങ്ക് ക്രെഡിറ്റ് ഗ്രോത്ത് ടു മോഡറേറ്റ് ടു 12-14% ഇൻ ഫിനാൻഷ്യൽ 2025. മൂഡീസിൻ്റെ റിപ്പോർട്ടാണ്. അതേപോലെ തന്നെ ഇതിനെ ശരിവെച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള ബാക്കപ്പിൽ നമ്മൾ നേരത്തെ കണ്ട ന്യൂസുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബാങ്കിങ് സെക്ടറിനെ ചുറ്റിപ്പറ്റിയിട്ട്. ഇനി നമുക്ക് എന്താണ് നോക്കണം? നമുക്കൊന്ന് ഇതിൻ്റെ ചാർട്ടുകൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നേരത്തെ നമ്മളൊരു കാര്യം കണ്ടു, എന്താണ് നെറ്റ് പ്രോഫിറ്റ് ഈ 10 ബാങ്കിൻ്റെയും കൂടെ കൂടിയിട്ട് ആവറേജ് ആയിട്ട് 240% കൂടിയിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷത്തിൽ അല്ലേ. ഈ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഇവിടെ നിന്ന് നമുക്ക് നടന്നു നോക്കാം. 5 വർഷം എന്ന് പറയുമ്പോൾ ഇത് നിഫ്റ്റി പ്രൈവറ്റ് ബാങ്കിൻ്റെ ETF-ൻ്റെ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ 2019 നമുക്ക് നോക്കണം അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഇതിപ്പോൾ എത്ര ശതമാനം കൂടിയിട്ടുണ്ട്? വെറും 38% മാത്രമാണ് ഈ ഒരു സംഗതി വളർന്നേക്കുന്നത്.
വേറസ് ഇതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ഇതിൻ്റെ അണ്ടർലൈങ് അസറ്റിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 235% വരെ മേലേക്ക് പോയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി ഇവിടുന്ന് നമുക്ക് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത് എന്താണ്, SBI ETF-ൻ്റെ പ്രൈവറ്റ് ബാങ്ക് അല്ലേ, പ്രൈവറ്റ് ബാങ്ക് SBI ETF പ്രൈവറ്റ് ബാങ്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചാർട്ട് നമ്മൾ നോക്കാം, ഒന്ന് തുറന്നു വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഓൾറെഡി അതും സെയിം ഒരു ഇതിൽ തന്നെയാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കറൻറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാണ്, 250 റുപ്പീസാണ് അല്ലേ. അപ്പോൾ ഈ 250 ആണ് നാളെ നമുക്ക് കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ ഇത് വാങ്ങിക്കുമ്പോൾ 251 ചിലപ്പോൾ ആയിരിക്കാം. ഇതൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ NAV ആണ്, ഇതിൻ്റെ അണ്ടർലൈങ് അസറ്റിൻ്റെ വാല്യുവേഷൻ അനുസരിച്ച് അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് മൂവ്മെൻറ്റ് അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും ഇവിടെ. അങ്ങനെയാണ് ഇത് ഈ പ്രൈസ് കിട്ടുന്നത്. അപ്പോൾ കുറച്ചുകൂടി ട്രാൻസ്പെറൻസി ഉണ്ട് അതിനകത്ത്. നമുക്ക് ഇവിടെ ഈ പ്രൈസ് നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാം. അതേപോലെ തന്നെ ഇത് നമുക്ക് നേരെ മാർക്കറ്റ് അവേഴ്സിൽ ട്രേഡും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കറൻറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 250 ആണ് ഇപ്പോൾ ഇതിൻ്റെ കറൻറ്റ് പ്രൈസ് അല്ലേ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇവിടുന്ന് ഒരു എന്താ പറയുക ബാക്കിയുള്ള അണ്ടർലൈങ് അസറ്റിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ സ്റ്റോക്ക് തന്നെ പറയാം ഇതിനെ ഇപ്പം. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിൽ വലിയ ഗ്രോത്ത് ഒന്നും കാണിക്കാതിരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ അണ്ടർലൈങ് അസറ്റിലെ കാര്യങ്ങളൊക്കെ ഇത്രയും ശതമാനത്തിൽ പ്രോഫിറ്റിലേക്ക് വന്നതുകൊണ്ടും എനിക്ക് തോന്നുന്നത് ഇതൊരു 400 ലെവൽ വരെ ഈ സ്റ്റോക്ക് പ്രൈസ് പോകും എന്നാണ് എൻ്റെ പഠനങ്ങൾ പറയുന്നത്. ഏകദേശം 60% ബാക്കി. ഓക്കെ, 240% ആണ് ഇതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായേക്കുന്നത്. അപ്പോൾ അത്രയും രീതിയിലൊന്നും സ്റ്റോക്ക് പ്രൈസ് അതിനെ ജഡ്ജ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ കൂടുതലായിട്ട് ഇത് പോകാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ പഠനങ്ങളോട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ്, ഇതൊക്കെ നമ്മൾ ഇത്ര നേരം നമ്മൾ സംസാരിച്ചു അല്ലേ. ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്താ നമുക്ക് മനസ്സിലാവുന്നത്, ഇതൊക്കെ ഈ ടാർഗറ്റ് എന്നൊക്കെ പറയുന്നത് എൻ്റെ മാത്രം ടാർഗറ്റാണ്. ഞാനിതിൽ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നതും. അപ്പോൾ നിങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇതൊക്കെ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കുക. എല്ലാ കാര്യങ്ങളും ഒന്ന് റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കൺവിക്ഷൻ പവർ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. വേണോ വേണ്ടോ എന്നുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റില്ല അത്. ഓക്കെ, ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്കത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഗ്രൂപ്പിൽ ഞാൻ കുറച്ച് മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ലെവലിൽ നിന്ന് ഏകദേശം ഇപ്പോൾ തന്നെ ഒരു 10-12% മേലെയാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരുപാട് പോകാനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. പിന്നെ എല്ലാവരും എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതെങ്ങനെ എങ്ങനെയാണ് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നത് അങ്ങനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഈ വീഡിയോസ് എല്ലാ വെള്ളിയാഴ്ചയുമാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് മാത്രം കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഞാൻ വെക്കേഷനിലായിരുന്നു. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെങ്കിലും നിങ്ങളുടെ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് അവർക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിന് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം പിന്നെ എന്നത്തെയും പോലെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത വെള്ളിയാഴ്ച വരുന്നുണ്ടാവും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെക്കാനൊക്കെ മറക്കാതിരിക്കുക. സോ ഐ വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.